ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കൂടാതെ കണ്ടംപററി ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കൂടുതൽ സ്പേസ് നമ്മൾ യൂട്ടിലൈസേഷൻ ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു മോഡേൺ ഡിസൈൻ വേണമെന്നുള്ള ക്ലയൻറ്റിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ഈ ഡിസൈനും ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. ആൽപ്സ് 360 ഡിഗ്രി കൺസ്ട്രക്ഷൻ്റെ മറ്റൊരു പ്രൊജക്റ്റാണ് ഈ കാണുന്നത്. ആറര സെന്റിൽ 25 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂമുകളോട് കൂടിയാണ് ഈ ഇരുനില വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വളരെ ഭംഗിയായി നടന്നു. ഓവറോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഈ വീട് ആക്ച്വലി ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ആയിരുന്നു, ഒരു വാർക്ക വീട് വേണമെന്നുള്ളത്. അപ്പോൾ കോൺക്രീറ്റുള്ള ചെയ്തൊരു വീട് വേണം. അപ്പോൾ അതനുസരിച്ച് ഡിസൈൻ ചെയ്തതാണ്. പിന്നെ ബഡ്ജറ്റും ഒരു ലിമിറ്റഡ് ബഡ്ജറ്റായിരുന്നു. ഒരു 25 ലാക്സിനപ്പുറം പോകല്ലെന്ന് പറഞ്ഞ ഒരു കൺസ്ട്രെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ളൊരു വീടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി 5 പേരുടെ ഒരു ഫാമിലിയാണ്. 5 പേരാണ്. അച്ഛൻ, അമ്മ, പിന്നെ മകൻ, ഭാര്യ, ഒരു കൊച്ച്. അപ്പോൾ അവർക്കുള്ള സ്പേഷ്യസ്, പിന്നെ ഗസ്റ്റ് റൂം, പിന്നെ വലിയ അടുക്കള വേണം എന്ന് പറഞ്ഞുകൊണ്ട് 2 അടുക്കളയുണ്ട്. ഇല്ല, അത് ഇച്ചിരി വലിയ അടുക്കളയാണ് കിച്ചൺ. അപ്പോൾ മാത്രമല്ല 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം. അപ്പോൾ 3 ബാത്റൂം വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ അങ്ങനെ വലിയ ഇന്നോവേഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ ബഡ്ജറ്റിൽ നല്ലൊരു ഡിസൈൻ ചെയ്യുക, സ്പേസ് യൂട്ടിലൈസേഷൻ നല്ലപോലെ ചെയ്യുക. അങ്ങനെ ബഡ്ജറ്റ് ലിമിറ്റഡ് ആയതുകൊണ്ട് അതനുസരിച്ചുള്ള വർക്കാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റും ഹാപ്പി ആയിട്ടിരിക്കണം, അവർക്കും ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു രീതിയും കൂടിയാണ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അകത്തെല്ലാം. അപ്പോൾ അവർക്ക് നമുക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ലോഡ് കൊടുത്തുകൊണ്ടല്ല നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊരു ഞങ്ങൾ വളരെ കെയർഫുള്ളാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അത് കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനാണെങ്കിലും അവർക്കൊരു വലിയ ഒരു ഹെഡേക്കോ വലിയൊരു പ്രശ്നങ്ങളോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റും. നമ്മൾ പല കാര്യങ്ങളും ക്ലയൻറ്റിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മമാർക്കൊക്കെ എപ്പോഴും ഒരു മോഡേൺ കിച്ചണും പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ, അതും ഒരു കിച്ചണിൻ്റെ യൂട്ടിലൈസേഷനും കൂടെ വരുന്ന പോലെയാണ് 2ഉം കൂടെ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒത്തിരി അവർക്ക് ഹെൽപ്ഫുള്ളാണ്. അത് വൃത്തിയാക്കി ഇടുന്നതിലും ഈ 2 കിച്ചൺ ഉണ്ടെങ്കിൽ കുറച്ച് ഹെൽപ്പാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം സ്റ്റീൽ വർക്കുകളാണ് ഈ സ്റ്റെയറെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനും അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്, ഭംഗിയാക്കാനും കൂടെ ഉള്ള പ്രൊഫഷൻസ് ഇട്ടാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ടാണ് അതിൻ്റേതായ ഒരു ഭംഗി ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത്. പിന്നെ എല്ലാത്തിൻ്റെ അകത്തും ബഡ്ജറ്റ് ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ, കുറച്ച് സ്പേഷ്യസ് ആണ് റൂംസ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ നമുക്ക് ആ ഒരു
പിന്നെ ഏറിയ വെച്ച് നമ്മൾ അതുകൊണ്ടാണ് 3 ബെഡ്റൂം ആക്കിയത്. അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് ഒരു ബെഡ്റൂമിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ചുമതലയേറ്റ നമ്മുടെ റേസ് സാർ വളരെ ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഞങ്ങളാരും ഇങ്ങോട്ട് നോക്കി പോലുമില്ല. പക്ഷേ കൃത്യമായ സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായി അതായത് വീട് മനോഹരമായി ഞങ്ങൾക്ക് ചെയ്തു തന്നു. ഒത്തിരി നന്ദി ഞങ്ങൾക്ക് അദ്ദേഹത്തോടുണ്ട്. ഒരു 1400 സ്ക്വയർ ഫീറ്റ് വീട് ഗ്രൗണ്ടും ഫസ്റ്റുമായിട്ട് പണിതിരിക്കുന്നത് 24 ലക്ഷം രൂപയ്ക്കാണ് നമ്മളത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സ്റ്റെയർ നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് വുഡിൻ്റെ ത്രെഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു തീമാണത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു വീട് വളരെ സാമ്പത്തികമായിട്ടും വളരെ ഇതായ രീതിയിൽ എക്കണോമിക്കലായിട്ട് തന്നെയാണ് ആ വീട് കംപ്ലീറ്റ് ആയിരിക്കുന്നത്.